കുറച്ചും കൂടി ഗ്ലോസി ടൈൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. പെയിൻ്റ് ആണെങ്കിലും കുറച്ച് ഗ്ലോസി ഫീൽ കിട്ടുന്ന പെയിൻറ്റിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് റിഫ്ലക്ഷൻ നാച്ചുറലായിട്ട് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. സോ ഗൈസ്, ലിവിംഗ് ഗ്രിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ഓൾഡ് വീഡിയോയിൽ വന്നൊരു കമൻറ്റിന് ഉള്ളൊരു റിപ്ലൈ ആയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കമൻറ്റ് ഇതാണ്: ലൈറ്റിംഗ് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വീട്ടിലെ ലൈറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഉള്ള ടൈല്, പെയിൻറ്റിങ്, ലൈറ്റ്, വിൻഡോ ഗ്ലാസുകൾ സെലക്ഷൻ ടിപ്സിനുള്ള വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. സോ നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. സോ ബേസിക്കലി നമ്മുടെ ലൈറ്റ്, അതായത് വീടിൻ്റെ ലൈറ്റിങ് അല്ലെങ്കിൽ വെളിച്ചം കോംപ്രമൈസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ആക്ച്വലി വരിക. നമുക്ക് ആ രണ്ട് രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം ഈ വീഡിയോ സത്യത്തിൽ ചെയ്യാൻ. ബിക്കോസ് ഇതിൽ അത്രയും കൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നില്ല ഏത് രീതിയിലാണെന്നുള്ളത്. സോ ബേസിക്കലി ലൈറ്റിംഗ് കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് കാരണം ആക്ച്വലി നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന ലൈറ്റുകൾ, അതായത് വിൻഡോസ്, ഓപ്പണിങ്സ് ത്രൂ ഒക്കെ വരുന്ന നാച്ചുറൽ ലൈറ്റിങ്ങിലുള്ള ഡെഫിഷ്യൻസി ആയിരിക്കും. സോ നമ്മൾ വിൻഡോ പ്ലേസ് ചെയ്ത ലൊക്കേഷൻസ്, ഇപ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് വരുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഏരിയാസിലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വിൻഡോസ്, അല്ലാന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ഓപ്പണിങ്സ് ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും. സോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നാച്ചുറലായിട്ട് വരുന്ന ഏരിയാസിൽ ക്ലിയർ ഗ്ലാസ് തന്നെ കൊടുക്കുക. അത്രയും ഡയറക്റ്റ് സൺലൈറ്റ് ബുദ്ധിമുട്ടാവുന്ന ഏരിയാസിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ടിൻറ്റഡ് ഗ്ലാസ് കൊടുക്കുക. സോ ഓട്ടോമാറ്റിക്കലി ഉള്ള ലൈറ്റ് മാക്സിമൈസ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതുപോലെ പെയിൻറ്റിങ്ങും ഫ്ലോറിങ്ങും ആണ് നമുക്ക് പിന്നെ സ്പെഷ്യലി നോക്കാനുള്ളത്. പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് പെയിൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുക. ഐദർ വൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ്, ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളറുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോഴും സിമ്പിളായിട്ട് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡ്, ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റ് ഷെയ്ഡ് ടൈലുകളൊക്കെ ചൂസ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ വരുന്ന ലൈറ്റ് കുറച്ചുകൂടി ബ്രൈറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് രണ്ടുമാണ് നാച്ചുറലായിട്ട് കുറച്ചുകൂടി കൂട്ടാനുള്ളത്. പിന്നെ സ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ് ആണെങ്കിലും ഫ്ലോറിംഗ് ആണെങ്കിലും മാറ്റ് ഫിനിഷിനേക്കാളും കുറച്ചും കൂടി ഗ്ലോസി ടൈൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. പെയിൻ്റ് ആണെങ്കിലും കുറച്ച് ഗ്ലോസി ഫീൽ കിട്ടുന്ന പെയിൻറ്റിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് റിഫ്ലക്ഷൻ നാച്ചുറലായിട്ട് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. സോ നാച്ചുറൽ ലൈറ്റിൽ വരുന്ന ഒരു കോംപ്രമൈസ് നമുക്ക് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പാർട്ട്. ദെൻ സെക്കൻഡ് പാർട്ട്, നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റിംഗ് കൊടുത്തതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം മേ ബി ഉള്ള എക്സിസ്റ്റിംഗ് ലൈറ്റിംഗ് നമ്മൾ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ മെയിൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിനെ വിൻഡോസും കാര്യങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്, ഫ്ലോറിംഗ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് എക്സിസ്റ്റിംഗ് പോയിന്റുകൾ നമുക്ക് എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ നോർമൽ ട്യൂബാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർ റൂമിലേക്ക് വേണ്ട ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. ഇപ്പോൾ ഒരു 150 ലക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 250 ലക്സ്. നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ലുമൺ കൺസെപ്റ്റിൽ നോക്കിയിട്ട് മാക്സിമൈസ് ചെയ്യുക എക്സിസ്റ്റിംഗ് പോയിന്റ്സ്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 12 വാട്ട് റൂമുകൾക്ക് നമ്മൾ ഒരു 200 ലക്സ് അല്ലെങ്കിൽ 250 ലക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 12 വാട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 വാട്ട് ട്യൂബ് ലൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആ സിംഗിൾ സോഴ്സ് തന്നെ നമ്മളൊരു 16 വാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 വാട്ട് 24 വാട്ട് ട്യൂബ് ലൈറ്റിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കുള്ള ലൈറ്റിങ് ഡബിൾ ആവുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ലൈറ്റിങ് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ഉള്ള സോക്കറ്റുകൾ അല്ലാന്നുണ്ടെങ്കിൽ വാൾ പോയിന്റ്സ്, ഇതിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ ലാമ്പ്, ഈ രീതിയിലുള്ള ലൈറ്റിംഗ് പോയിന്റ്സുകൾ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ എക്സിസ്റ്റിംഗ് ലൈറ്റിനേക്കാളും കൂടുതൽ ആംബിയൻ ലൈറ്റിങ്ങും എസ്തെറ്റിക് ലൈറ്റിങ്ങും കൂടുന്നതിന് കൂടെ തന്നെ ഇൻറ്റീരിയർ ലൈറ്റിങ്ങും അഡീഷണലി എൻഹാൻസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻറ്റീരിയർ ലൈറ്റിങ്ങിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുക ലൈറ്റിംഗ് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകളിൽ. സോ ഗൈസ്, ഇതുപോലെ ഇൻറ്റീരിയർ റിലേറ്റഡും റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഐഡിയാസ് കാര്യങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ DM-ലോ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ഇൻറ്റീരിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും വർക്കുകൾ, ഇൻറ്റീരിയർ ഡിസൈൻ അതുപോലെ തന്നെ ഇൻറ്റീരിയർ കോൺട്രാക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിംഗ് ഗ്രിഡിൻ്റെ DM-ലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസിലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. നമ്മൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് വർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.